അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷുനൂഫ വേർഡ്. നമ്മൾ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മെൻസസ് പീരീഡിൽ നമ്മൾ ബ്ലീഡിങ്ങിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കൃത്യമായി കവർ ചെയ്യാനായിട്ട് പാഡുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പഴയ കാലത്ത് തുണികളെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഹൈജാനിക് ആയപ്പോൾ പാഡുകളും അവൈലബിളായി. പാഡുകളൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് മെൻസ്ട്രൽ കപ്പ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിന് ഈസി ആയിട്ട് അകത്ത് ഇൻസേർട്ട് ചെയ്യാനും ബ്ലഡ് അതിൽ കളക്ട് ചെയ്യാനും അത് നിറഞ്ഞു കഴിയുമ്പോൾ എടുത്ത് ഒഴിവാക്കാനും കഴിയുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നവരുടെ അഭിപ്രായം ഇതകത്തൊരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ മെൻസസ് സമയമാണിത് എന്ന് പോലും തോന്നാറില്ല. അത്രത്തോളം സേഫ്റ്റിയാണ്, അത്രത്തോളം നടക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ പാഡ് വെക്കുമ്പോഴൊക്കെ വല്ലാത്ത ഇറിറ്റേഷനാണ്. പോരാത്തതിന് ഇൻഫെക്ഷനും വരും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമെന്നുള്ളതാണ്. ഇതിൻ്റെ മതപരമായ വിശദീകരണം എന്താണെന്ന് നോക്കാം. യാഥാർത്ഥ്യത്തിൽ ഈ പഞ്ച് വെക്കുക എന്ന് പറയുന്നത് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് തടഞ്ഞു നിർത്താൻ എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ പാഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അതേ വിഷയത്തിലാണല്ലോ നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ ഇസ്ലാമിൽ ഒരു വിരോധവുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ധാരാളമായി യൂസ് ചെയ്യാം. ഇനി എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതെന്ന് വെച്ചാൽ ഇസ്തിഹാലത്തിൻ്റെ സമയത്തിലാണ്. ഇസ്തിഹാലത്ത് സമയത്ത് നോമ്പ് പിടിക്കണം, നിസ്കരിക്കണം അല്ലേ? അപ്പോൾ ആ സമയത്ത് മെൻസ്ട്രൽ കപ്പ് കയറ്റി വെക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് ഒന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നോമ്പ് എന്താകും? ബാത്തിലാകും. അത് ഏത് ഹോളിലൂടെ ആണെങ്കിൽ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നുള്ളതാണ് ഉറപ്പ് തന്നെ. ഇസ്തിഹാലത്തുള്ളവർ നോമ്പ് സമയത്ത് ഇത് ഉപയോഗിച്ച ആ നോമ്പ് എന്താവും? ശരിയാവുന്നില്ല. ആ സമയത്ത് മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ ഒരു വിരോധവും ഇല്ല എന്നാണ്.